ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായി ദിവസവേതന അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. 8ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ സ്വീപ്പർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കെയർ ടേക്കർ, ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ്, ബോട്ട് ഡ്രൈവർ, ബോട്ട് ലാസ്കർ ഡ്രൈവർ ജോലികൾക്കായി ഒരു വർഷത്തേക്ക് താൽക്കാലിക ജീവനക്കാരെ കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 2024 മാർച്ച് 14 രാവിലെ 10:30 ആലപ്പുഴ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം സ്വീപ്പർ പോസ്റ്റാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 45 വയസ്സിൽ താഴെയാണ്. വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് ആണ്. പ്രതിദിന വേതനം 350 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റാണ്. ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 45 വയസ്സിൽ താഴെയാണ്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും PGDCAയുമാണ്. കൂടാതെ ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ്, മലയാളം സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സംബന്ധമായ ജോലിയിൽ 1 വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം. പ്രതിദിന വേതനം 400 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് കെയർ ടേക്കർ പോസ്റ്റാണ്. ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി വരുന്നത് 50 വയസ്സിൽ താഴെയാണ്. വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജോലിയിൽ 1 വർഷത്തെ പരിചയവും മാനേജർ ജോലിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രതിദിന വേതനം 450 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒഴിവാണുള്ളത്. പ്രായപരിധി വരുന്നത് 45 വയസ്സിൽ താഴെയാണ്. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജോലിയിൽ 1 വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം. പ്രതിദിന വേതനം 400 രൂപയാണ് ലഭിക്കുക. അടുത്തത് ബോട്ട് ഡ്രൈവർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒഴിവാണുള്ളത്. പ്രായപരിധി വരുന്നത് 50 വയസ്സിൽ താഴെയാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC ഉണ്ടായിരിക്കണം. സാങ്കേതിക യോഗ്യത തുറമുഖ വകുപ്പിൽ മാരിടൈം ബോർഡിൽ നിന്നുള്ള ബോട്ട് ഡ്രൈവർ ലൈസൻസും ബോട്ട് ഡ്രൈവർ ജോലിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. തുറമുഖ വകുപ്പ് നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ യോഗ്യതയും നേടിയിരിക്കണം. പ്രതിദിന വേതനം 400 രൂപയാണ് ലഭിക്കുക. അടുത്തത് ബോട്ട് ലാസ്കർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒഴിവാണുള്ളത്. പ്രായപരിധി വരുന്നത് 50 വയസ്സിൽ താഴെയാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC ആണ്. കൂടാതെ തുറമുഖ വകുപ്പിൽ മാരിടൈം ബോർഡിൽ നിന്നുള്ള ബോട്ട് ലാസ്കർ ലൈസൻസ് ഉണ്ടായിരിക്കണം. ലാസ്കർ ജോലിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായോഗിക പരീക്ഷ തുറമുഖ വകുപ്പ് നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ യോഗ്യത നേടണം. പ്രതിദിന വേതനം 350 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ഡ്രൈവർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒഴിവാണുള്ളത്. പ്രായപരിധി വരുന്നത് 45 വയസ്സിൽ താഴെയാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC ആണ്. സാങ്കേതിക യോഗ്യത ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും അറ്റകുറ്റപ്പണിയിലെ അടിസ്ഥാന അറിവും ഉണ്ടായിരിക്കണം. കൂടാതെ ഡ്രൈവിംഗ് ജോലിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ യോഗ്യത നേടണം. പ്രതിദിന വേതനം 400 രൂപയാണ് ലഭിക്കുക. ബോട്ട് ഡ്രൈവർ, ബോട്ട് ലാസ്കർ ഡ്രൈവർ ജോലികൾക്കായി വോക്ക് ഇൻ ഇൻ്റർവ്യൂ കൂടാതെ പ്രായോഗിക പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഫോട്ടോ പതിച്ച ബയോഡേറ്റയും ഇൻ്റർവ്യൂവിന് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.